Hi friends, welcome back to our channel Pepper Pots. അപ്പോൾ നമ്മൾ ഇന്ന് മുഖക്കുരു വന്ന മാർക്കുകൾ മാറാനായിട്ട് ഉള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് നമ്മുടെ ബ്യൂട്ടി ടിപ്സിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പാക്ക് കറക്റ്റ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസം ഇടണം. ഒരുപാട് മാർക്കുള്ളവരാണെങ്കിൽ 3 ദിവസം ഇടാൻ ശ്രമിക്കുക. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖക്കുരു വന്ന മാർക്കുകൾ പെട്ടെന്ന് മാറും. മുഖക്കുരുവിന് മാത്രമല്ല നമ്മുടെ പിഗ്മെന്റേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡേ ആൻഡ് നൈറ്റ് ക്രീം ഉണ്ടാക്കിയിരുന്നല്ലോ, അതുപോലെ ഈ ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ഇട്ടത്. കാരണം നമ്മൾ ആ ക്രീം ഇടുന്നതിനോടൊപ്പം ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഈ പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പിഗ്മെന്റേഷന് ലൈറ്റനായിട്ട് സ്കിന്നിൽ നിന്ന് അത് മാറാനായിട്ട് സഹായിക്കും. മുഖക്കുരു വരുന്നത് എങ്ങനെ തടയാം എന്നുള്ളതിന് ഒരു പാക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മുഖക്കുരു വന്ന് പോയതിന് ശേഷം മുഖത്തുള്ള കറുത്ത പാടുകൾ എങ്ങനെ മാറാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആഴ്ചയിൽ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല എഫക്റ്റീവ് റിസൾട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് ഈ ഒരു പാക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ മുഖം നല്ല ക്ലീൻ ആയിട്ട് വെച്ചേക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, മുഖം എപ്പോഴും രാവിലെ എഴുന്നേറ്റാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫേസ് പൗഡർ എന്തെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് മീൻസ് പയറുപൊടി, കടലമാവ്, ഒരു ഫേസ് വാഷും നാച്ചുറൽ അല്ലാത്ത ഒരു ഫേസ് വാഷും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മുടെ സ്കിന്ന്, എസ്പെഷ്യലി നമ്മുടെ മുഖത്തെ സ്കിന്നെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. ഫേസ് വാഷിനകത്തൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് പോലെ അല്ല, ഫേസിൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും. സോ മാക്സിമം ഫേസ് വാഷസ് വേണ്ട. ഞാനൊരു ഫേസ് പൗഡറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇടാം. പക്ഷേ നിങ്ങൾ മാക്സിമം ഫേസ് പൗഡർ ഉപയോഗിക്കുക. ഫേസ് വാഷായിട്ട് ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കടലമാവ് മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതി, പയറുപൊടി മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും രാവിലെ ഡെയിലി നിങ്ങളൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ആയിട്ട് വെച്ചതിന് ശേഷം വേണം എന്ത് ജോലിയും ചെയ്യാനായിട്ട്. പിന്നെ മറക്കാതെ ഒരു റോസ് വാട്ടർ, ടോണറായിട്ട് റോസ് വാട്ടർ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മുടെ മുഖം നീറ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുഖക്കുരു വരില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹോളുകളിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ കയറി അടഞ്ഞിട്ടാണ് മുഖക്കുരു വരാനുള്ളൊരു പ്രധാന കാരണം. പിന്നെ ചിലർക്കൊരു കൊഴുപ്പിൻ്റെ കൂടുതലുകൊണ്ടൊക്കെ വരും. എന്നാലും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ മുഖക്കുരു വന്ന പാടുകൾ എങ്ങനെ ഈസി ആയിട്ട് ഒരു പാക്ക് ഉപയോഗിച്ച് മാറ്റാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾക്ക് ഓൾറെഡി ഒരു ഗിവ് അവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കാണണം. സ്ട്രെച്ച് മാർക്കിൻ്റെ ഒരു റിമൂവൽ ക്രീം കൊടുക്കുന്ന ഒരു ഗിവ് അവേ വീഡിയോ. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗിവ് അവേ വീഡിയോ കാണണം, അതിന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കീഴെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്യണം. അതിനടുത്തുള്ളൊരു കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്തി ആക്കി പോകുന്നില്ല. ഓൾറെഡി എൻ്റെ വീഡിയോസ് ഭയങ്കര ലെങ്തി ആണെന്ന് കുറേ കമൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറയണമെങ്കിൽ കുറച്ച് ലെങ്തി ആവും. ആവശ്യമില്ലാത്ത പാർട്ടുകളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 2 സാധനങ്ങൾ മതി. ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ലെൻറ്റിൽസ്, ചുവന്ന പരിപ്പ്. അതായത് സാമ്പാറിനൊക്കെ ചില പേര് ഉപയോഗിക്കാറുണ്ട് ഈ പരിപ്പ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കാൻ ഭയങ്കര ബെസ്റ്റാണ്. ഇത് പൊടിച്ച് നമ്മൾ ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുന്നത് പോലും നല്ലതാണ്. അപ്പോൾ ഈ റെഡ് ലെൻറ്റിൽസ് നല്ലതുപോലെ പൊടിച്ചത്. അതിൻ്റെ കൂടെ വേണ്ടതാണ് ഗ്രീൻ ടീ. അതായത് ഒരു ഗ്രീൻ ടീ ഞാൻ നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഗ്രീൻ ടീ. അപ്പോൾ ഗ്രീൻ ടീ ആക്ച്വലി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ കളഞ്ഞ് സ്കിന്ന് നല്ല ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ നല്ലതുപോലെ സഹായിക്കും. സോ അത് ഗ്രീൻ ടീ ആവശ്യത്തിന്, നമുക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഗ്രീൻ ടീ. ഈ 2 സാധനങ്ങളുമാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഗ്രീൻ ടീ ഇതിനകത്ത് ഒഴിക്കാം. തണുത്ത ഗ്രീൻ ടീ ആയിരിക്കണേ, പെട്ടെന്ന് അത് ചൂടോടെ എടുത്ത് ഒഴിക്കേണ്ട. കുറച്ച് നല്ല തണുത്തതിന് ശേഷം ഈ ഗ്രീൻ ടീയും ഈ ചൂടുവെള്ളവും ഈ പൊടിയും കൂടെ റെഡ് ലെൻറ്റിൽസും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഗ്രീൻ ടീ. അതായത് ഒരു ഗ്രീൻ ടീ നല്ല ചൂടുവെള്ളത്തിൽ, കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം മതിയേ, അതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കാനുള്ള ആ ഒരു കറക്റ്റ്, ഒരുപാട് കട്ടിയാകണ്ട ഒരുപാട് ലൂസും ആകണ്ട, ആ ഒരു പരുവത്തിൽ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് മുഖം മുഴുവൻ ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്യുക.
മുഖം മുഴുവൻ നല്ല വൃത്തിയായിട്ട് മുഖം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഈ പാക്ക് മുഖം മൊത്തം ഇട്ട് കൊടുക്കുക. നല്ലപോലെ കഴുത്തിലും മുഖത്തും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇത് ആക്ച്വലി സൺടാൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. സൺടാൻ മാറാൻ, മുഖക്കുരു വന്ന പാടുകൾ മാറാൻ ഒക്കെ ഇത് നല്ല എഫക്റ്റാണ്. മുഖത്തിലുള്ള മുഖക്കുരു പാടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ അതായത് ആഴ്ചയിൽ ഒരു 2 ദിവസം വെച്ച് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ പിഗ്മെൻറ്റേഷൻ്റെ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടിരുന്നില്ലേ, ആ ക്രീമും തുടർച്ചയായിട്ട് രാവിലെയും വൈകുന്നേരവും ഇട്ട് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ആ ക്രീം ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അത് വീണ്ടും തിന്നാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും തിന്നാക്കാം. ഇല്ല ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും ഈ ഒരു പരുവത്തിൽ ഇതാകുമ്പോൾ ആവശ്യത്തിന് കട്ടി കുറച്ചും കൂടെ പരിപ്പായതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിയാവും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ലൂസാക്കിയതിന് ശേഷം ഈ കണ്ണിനടിയിലും ഇട്ട് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. കണ്ണിനടിയിലും മുഖത്തും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് സാധാ പൈപ്പ് വെള്ളത്തിൽ, ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാ നോർമൽ പൈപ്പ് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യുക. രാത്രി ഇടുക. ഇത് രാത്രി ഇട്ടതിന് ശേഷം നല്ല കഴുകിയതിന് ശേഷം നമ്മുടെ ആ ഫേസ് ക്രീമും ഇട്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റ് നല്ല പോലെ കഴുകി കഴിഞ്ഞാൽ മുഖം നിങ്ങൾക്ക് അപ്പം തന്നെ നല്ല ഫ്രഷ്നെസ് അറിയാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മുഖക്കുരു മാറാനുള്ള ക്രീം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്ക് റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല ടിപ്സുമായിട്ടും നല്ല ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.